പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത് ഇങ്ങനെ ഓസ്ട്രേലിയയുടെ മണ്ണിൽ നമ്മളിപ്പോൾ ആയിരിക്കുകയാണ്. We have all selected this land, this foreign land, and we are living this life in the country of Australia. അങ്ങനെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു രീതിയിൽ പ്രവാസ ജീവിതത്തിലേക്ക് പോയ ചിലരെ ഓർക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. And today in this sermon I would like to talk about people who strangely went to foreign lands. നമുക്ക് വളരെ അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. And we know these people very well from the scripture. നാം കൊച്ചിലെ തൊട്ട് അവരെ പറ്റി പഠിച്ച് വന്നവരാണ്. We have been learning about them since our childhood. ഒരുപക്ഷെ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള വ്യക്തികളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ആരാന്ന് മനസ്സിലായി കാണുമായിരിക്കും. These characters we know very well. I think that you have already got to know who are they. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ദാനിയേലിനെയും അവരുടെ കൂട്ടുകാരെയും പറ്റിയാണ്. And today I would want to share about Daniel and his friends. നമുക്കറിയാം ദാനിയേലും അവരുടെ കൂട്ടുകാരും വളരെയധികം സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ പ്രവാസ ജീവിതത്തിലേക്ക് കടന്നതെന്ന് നമുക്ക് അറിയാം. We know Daniel and his friends strangely went to a foreign land and lived a foreign experience. നമുക്ക് അതിൻ്റെ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം ഒന്ന് വായിക്കാം. Daniel chapter 1 verse 3 and verse 4. Shall we all read this? അനന്തരം രാജാവ് തന്റെ ക്ഷണന്മാരിൽ പ്രധാനിയായ അസ്തനാസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് പങ്കമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പാനും കൽപ്പിച്ചു. നമുക്കിവിടെ അറിയാം ഇവരെ അവിടുന്ന് പിടിച്ചോണ്ട് വന്ന് ബാബിലോൺ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നതാണ് നമുക്കറിയാം. We know that Daniel and his friends were captured and brought to the land of Babylon. അവര് വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വന്നത്. They came from a well settled family. അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. They are well educated. സ്മാർട്ട് ആണ്. They are smart. വളരെയധികം യോഗ്യതകളുള്ള വ്യക്തികളാണ് എന്ന് നമുക്ക് അവരെ പറ്റി പഠിക്കാനായിട്ട് കഴിയും. And when we read about them, we know that they were full of different talents. എന്നാൽ അവരെ കൊണ്ടുവന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് മറ്റൊരു സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. But here we read that they were brought to another land, a different land in a different situation. അവരെ നാട്ടിൽ കൊണ്ടുവന്നു. അവരുടെ പേരൻസ്, അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ അകന്ന് അവരെയൊക്കെ വിട്ട് ഈ നാട്ടിലേക്ക് വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we read here that they left their friends, their family behind, and they came to this new land. ഈ 3-4 വാക്യം വായിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയുണ്ടായി. When I was reading through this verse 3 and verse 4, I was thinking in this way. ഇവിടെ PR-ന് അപ്ലൈ ചെയ്തവർ അല്ലെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്തവർക്ക് അറിയാനായിട്ട് കഴിയും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ അവർ നോക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. For the people who have applied for PR, they know that the immigration see the eligibility criteria before applying for it. എലിജിബിൾ ആയിട്ടുള്ളവർക്ക് മാത്രമേ അവർ വിസ കൊടുക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. And we know that the people who are eligible, to only them the visa is granted. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവരും കടന്നുപോയത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. And we know that through such situation these people also went through. അവർ ആ നിലയിൽ വളരെ എലിജിബിൾ ആയിട്ടുള്ളവർ ആയതുകൊണ്ടാണ് അവരെ സെലക്ട് ചെയ്ത് ഈ അന്യനാട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Because they were eligible in this way, that is why they were being selected and brought to this foreign land. അങ്ങനെ അവരുടെ എല്ലാ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ പേരൻസ് എല്ലാവരെയും വിട്ട് അവർ ഈ നാട്ടിലേക്ക് കടന്നു വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we read here and we understand here that they left all their parents, their family behind and came to this foreign land. അങ്ങനെ അവർ പുതിയൊരു നാട്ടിൽ എത്തിയപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള സ്വയമായി അശുദ്ധമാകുവാനായിട്ട് കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And when they came to this new land, we see that there were all opportunities that which they could have made their life blemished. എന്നാൽ എനിക്ക് വളരെയധികം സന്തോഷം നൽകി അല്ലെങ്കിൽ എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം നമുക്ക് അതിൻ്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. But verse 8 gave me more joy was, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും
തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. But Daniel proposed in his heart that he would not defile himself with the portion of the king's delicacies. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദാനിയേലാണ് ആ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we understand here that Daniel took this step. നമുക്ക് അറിയാം അവർ മറ്റു കൂട്ടുകാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. We know that the other friends of his were also with him. ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്നീ യഹൂദപുത്രന്മാരും ഉണ്ടായിരുന്നു. Daniel, Mishael, Hananiah were also with him. Mishael, Azariah was with him. എന്നാൽ ദാനിയേലാണ് ആ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ദാനിയേലാണ് ആ ഒരു തീരുമാനം അവന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. But we see here Daniel in his heart this plan arose. അങ്ങനെയാണ് ഇവിടെ And എഴുതിയിരിക്കുന്നത്. this is what it is written here. അപ്പോൾ നമുക്കറിയാം നെബൂഖദ്നേസറിന്റെ ആളുകൾ അവരെ എന്തെല്ലാം പഠിപ്പിക്കാമോ അല്ലെങ്കിൽ അവരെ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And there we read that Nebuchadnezzar and his people did whatever they wanted to train them to train. അവരുടെ പേരുകൾ മാറ്റി, They changed their names. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് മാറ്റി, They changed their education systems. അവരുടെ ലാംഗ്വേജ് അതെല്ലാം ചേഞ്ച് ചെയ്തു. They tried to change their language. അങ്ങനെ പല കാര്യങ്ങളും അവരോടുള്ള ബന്ധത്തിൽ അവരെ പുതിയ നാട്ടിലേക്ക് എടുത്തപ്പോൾ അവരോട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And in this way they did many things to them when they were selected to bring to the new country. എന്നാൽ അതൊന്നും അവർക്ക് പ്രശ്നം, ദാനിയേലിനും അവരുടെ കൂട്ടുകാർക്കും പ്രശ്നമായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. But those things were not a problem to Daniel and his friends. എന്നാൽ ദാനിയേൽ തീരുമാനിച്ചത് തന്നെത്താൻ അവൻ ഒരിക്കലും അശുദ്ധമാക്കുകയില്ല എന്ന് അവന്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. But here we read that Daniel proposed in his heart that he would not defile himself. തൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദൈവത്തിൽ ആശ്രയിച്ച് താൻ തീരുമാനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We understand here that he took a decision trusting in the Lord that in his personal life he will not defile himself. അത് ദൈവം മാനിക്കുകയും ചെയ്തു. And the Lord was pleased to it. അതിന് തുടർന്നുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. And then we read the few verses downwards regarding this. ദൈവം ദാനിയേലിന് അതിൻ്റെ 9-ാം വാക്യത്തിൽ നാം കാണുന്നു, ദൈവം ദാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Verse 9 there we read, now God had brought Daniel into the favor and goodwill of the chief of the eunuchs. എനിക്കറിയാം നമുക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ള അധ്യായമാണ്, വാക്യങ്ങളാണ് എന്ന് എനിക്കറിയാം. I know that these passages we know it very well. വീണ്ടും ഒരുമിച്ച് ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. But we are learning it together once again. അപ്പോൾ നാം കാണുന്നത് ദൈവത്തിന് ആ തീരുമാനം എടുത്തത് ദൈവത്തിന് ദൈവം അത് മാനിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We read here that the decision that Daniel took was honored by the Lord. അത് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവന്നു എന്ന് നമുക്ക് And that enabled to gain favor and goodwill in the eyes of the chief of eunuchs. നാം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പല കാര്യങ്ങളും നാം ചിലപ്പോൾ നിസ്സാരമെന്ന് എണ്ണുമായിരിക്കാം. Many things that we do in our life we may feel that this is small. പക്ഷേ അത് ദൈവത്തിന്റെ മുമ്പിൽ അത് ചിലപ്പം അത് അശുദ്ധമായി തീരുവാനായിട്ട് ഇടവരും എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. But we should also acknowledge that in the eyes of the Lord it may be defiled. നാം ചിലപ്പോൾ ചില തീരുമാനങ്ങൾ അത് നാം എടുക്കുമ്പോൾ ചിലപ്പോൾ അത് നിസ്സാരമായി നാം എടുത്തെന്ന് വരാം. We think that this is a small decision and we may take that decision. പക്ഷേ അത് ദൈവത്തിന്റെ മുമ്പിൽ അത് അശുദ്ധമാകാൻ ഇടവരും എന്ന് But that decision may be defiled in the sight of the Lord. നാം എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നാണ് നാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. And through this passage we understand that every time we should be trusting in the Lord. ദൈവം അതിലൂടെ നമ്മളെ ഗൈഡ് ചെയ്യുവാനായിട്ട് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. And through that the Lord will guide us. റോമാധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. In the book of Romans we read that there is no one righteous, none one. അങ്ങനെ നാം ചെയ്യുന്ന പ്രവർത്തികളൊന്നും ദൈവത്തിന്റെ മുമ്പിൽ ശുദ്ധമായി ആകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. We should understand that the things that we do in front of the Lord, it may not be pure in the eyes of Lord. പക്ഷെ നാം ചെയ്യുമ്പോൾ അത് ക്രിസ്തുവിലൂടെ ചെയ്യുമ്പോൾ അത് ദൈവത്തിന്റെ മുമ്പിൽ അത് പ്രസാദമായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. But when we do the
deeds through Christ, it may be favorable to the eyes of the Lord. അങ്ങനെ ദാനിയേൽ അങ്ങനെ ഒരു തീരുമാനം അത് എടുത്തപ്പോൾ When David took such a decision, when Daniel took such a decision, അത് ദൈവത്തിന് മുമ്പിൽ അത് പ്രസാദമായി തീരുകയും this decision was favorable in the eyes of the Lord, ദൈവം അത് മാനിക്കുകയും and the Lord honored it. ദൈവം അതിനുള്ള വഴി ഒരുക്കുകയും ചെയ്തു എന്ന് നമുക്ക് അതിന് മുമ്പുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. And the verse downwards we read that the Lord himself created a way for him. അത് തൻ്റെ കൂട്ടുകാർക്കും അത് മാതൃകയായി തീരുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we also read that it also became an example for his friends. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ടാണ് ദാനിയേലിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് കഴിഞ്ഞത്. Daniel trusted in the Lord, and that is the reason why he took such decision. അങ്ങനെ തൻ്റെ പേഴ്സണൽ ലൈഫിനെ താൻ അശുദ്ധമാക്കുകയില്ല എന്ന് താൻ ദൃഢനിശ്ചയം എടുത്തു. അങ്ങനെ ദൈവത്തിന് മുമ്പിൽ അത് പ്രസാദകരമായി He തീർന്നു. took a strong decision that he will not defile his personal life, and that decision was favorable in the eyes of the Lord. അങ്ങനെ നാമും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ അത് നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ പ്രസാദകരമായി തീരുകയുള്ളൂ എന്ന് നാം And therefore the decisions that we take in our life, we have to trust in the Lord and take them, and then only we see that the Lord will be honoring our decisions. 1 കൊരിന്ത്യർ 10:31 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 Corinthians chapter 10. എടുക്കണമെന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 1 കൊരിന്ത്യർ chapter 10 verse 31. 1 Corinthians chapter 10 and verse 31. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. Therefore whether you eat or drink or whatever you do all for the glory of God. എന്ത് ചെയ്താലും അത് എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ എന്ന് നാം ഇവിടെ കാണുന്നുണ്ട്. Whatever you do all for the glory of God, we read here. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവമക്കളാണ്. നാം എന്ത് ചെയ്താലും അത് ദൈവത്തിന്റെ നാം മഹത്വത്തിനായി ചെയ്യുവാനായിട്ട് നമുക്ക് ഇടവരണം. We are the children of God. Whatever we do, it should be for the glory of God. നാം അശുദ്ധരായി തീരുവാനായിട്ട് പാടില്ല എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. We read here that we should not be unholy. അങ്ങനെ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നാം വരും വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. And in the verse downwards we read what happened in their lives. അതിന്റെ 15-ാം വാക്യം, 17, 19, 20 വാക്യങ്ങൾ അതിന്റെ ഫലം എന്തായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Verse 15, verse 17 and verse 19, when we read, we understand the result of their decision. 15-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചതിൽ നിന്ന് സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർക്ക് മാംസപുഷ്ടിയുള്ളത് എന്ന് കണ്ടു. Verse 15, and at the end of the 10 days their features appeared better and fatter in flesh than all the young men who ate portions of the king's delicacies. അങ്ങനെ അവരെ അശുദ്ധമാകാതെ വണ്ണം അവർ ശുദ്ധം എന്ന രീതിയിൽ അവർ ജീവിച്ചപ്പോൾ അവരുടെ മുഖം മറ്റുള്ളവരിൽ നിന്ന് പ്രസാദകരമായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. They forbid to become defiled, and that is why we see that the result of that was that their face was better than the others. അതിന്റെ 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. Verse 17 we read, ഈ 4 ബാലകന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർത്ഥ്യവും കൊടുത്തു. As for these 4 young men, God gave them knowledge and skills in all literature and on wisdom. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകമുള്ളവനായിരുന്നു. And Daniel had understanding in all visions and dreams. അതുപോലെ 19ഉം 20ഉം വാക്യങ്ങളിൽ നാം അതുപോലെ കാണുന്നുണ്ട്. Verse 19 and verse 20 we read the same. അവർ രാജാവിന്റെ മുമ്പിൽ അവരായിരുന്നപ്പോൾ രാജാവിനും പ്രസാദകരമായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. When they stood in front of the king was also pleased with them. അങ്ങനെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ എടുത്ത ആ ഒരു തീരുമാനം മുഖാന്തരം അവരുടെ പേഴ്സണൽ ലൈഫ് ദൈവത്തിന് മുമ്പിൽ പ്രസാദകരമായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We learn here that the personal life in the decision that they took in them, they were able to please the Lord through it. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. Let us turn to another passage. അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Chapter 3. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവർ നെബൂഖദ്നേസർ ഒരു സ്വർണ്ണ ബിംബത്തെ ഉണ്ടാക്കുകയും അതിൻ്റെ മുമ്പിൽ
അതിനെ വണങ്ങുവാനായിട്ട് പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. Here we read that the king Nebuchadnezzar made an image of gold, and he is asking everyone to bow before it. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ലോകമൊക്കെയും അതിനെ വണങ്ങുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Here we read that the world was bowing before the image. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സകല ലോകവും അതിൻ്റെ മുമ്പിൽ വണങ്ങുന്നു എന്ന്, സകല ജാതികളും ഭാഷക്കാരും വീണ് നമസ്കരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And here in this chapter we read that the people of the world of every language and tribe, they bowed before it and they worshipped it. നമുക്ക് അതിൻ്റെ 3-5 വാക്യം ഒന്ന് വായിക്കാം. Chapter 3 and verse 5. അതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കണം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. You shall fall down and worship the gold image. അതുപോലെ അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, verse 7. കേട്ടപ്പോൾ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. All the people, nations and language fell down and worshipped the gold image which King Nebuchadnezzar had set up. ഇവിടെ എനിക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞത്, and here I meditated in this way, ഈ ലോകത്തിൽ നമുക്ക് അട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. there are many things in this world that may attract us, ലോകമൊക്കെയും അതിന്റെ പിന്നാലെ പോകാനായിട്ട് സാധ്യതയുണ്ട്, and the world may go behind it. പക്ഷെ മറ്റുള്ളവർ അത് ചെയ്യുന്നുണ്ടല്ലോ, ഞാനും അത് ചെയ്താൽ എന്താണ് കുഴപ്പം എന്ന് പലപ്പോഴും ചിന്തിക്കാനായിട്ട് ഇടവരാൻ സാധ്യതയുണ്ട്. Many times it is possibilities that we may think that because others are doing, why can't I do it? അങ്ങനെ ചോദിക്കുന്നവരും കാണാം. We see people who ask such questions. എന്നാൽ അവിടെ നമ്മളെ തന്നെ അശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. But while doing so, we are making ourselves unholy. ഒരുപക്ഷെ അത് ആരും അറിഞ്ഞു എന്ന് വരികയില്ല. Maybe people would not know about this. മറ്റുള്ളവർക്ക് മനസ്സിലായി എന്ന് വരികയില്ല. Many people would not have understood what has happened. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ അത് അശുദ്ധമാണ്. But in the presence of the Lord, in the sight of the Lord, it is unholy. അത് നാം അതിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. We have to be separated from them. കാരണം നാം ദൈവത്തിന്റെ മക്കളാണ്. Because we are the children of God. നാം ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കേണ്ടവരാണ്. We are the people who should be living a life pleasing to God. അങ്ങനെ നമ്മുടെ സോഷ്യൽ ലൈഫും നാം മറ്റുള്ളവർക്ക് ദൈവത്തിന് പ്രസാദകരമാകുന്ന രീതിയിൽ നാം ജീവിക്കേണ്ടവരാണ്. And in the same way, our social life should be a life which is pleasing to God. അത് മറ്റുള്ളവർക്ക് മാതൃകയായി തീരേണ്ടതുമാണ്. It should be an example for others. അങ്ങനെ ഇവിടെ നാം കാണുന്നുണ്ട്, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ അവർ അത് ചെയ്തില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And here we read that Shadrach, Meshach, Abednego did not do that. അവർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവർ ബിംബത്തിന്റെ മുമ്പിൽ നമസ്കരിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Which means they did not fall in front of the gold image. അതിന്റെ 12-ാം വാക്യത്തിൽ നാം അതാണ് കാണുന്നത്. Verse 12 says the same. 12-ാം വാക്യത്തിന്റെ അവസാനത്തെ ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നുണ്ട്, തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. And they did not paid any regard to the gold image. അങ്ങനെ അവർ തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്ന് ആ സമൂഹത്തിന് മുമ്പിൽ അവർ ആ തീരുമാനം എടുത്തത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we see that they took a decision in front of the whole community that they will not defile themselves. അതിന്റെ പരിണിതഫലം എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. We all know the result of that decision. അവരെ തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞു. They were thrown in the fiery dome. എന്നാൽ അതിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we read that the Lord also saved them from that. എന്നാൽ അവിടെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, but a great thing that happened there was ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് the name of the കഴിയുന്നത്. Lord was glorified there. അതിന്റെ അവിടെ നെബൂഖദ്നേസർ തന്നെ സാക്ഷ്യം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we read that Nebuchadnezzar himself testifies this. 29-ാം വാക്യത്തിന്റെ 3-ാം അധ്യായം 29-ാം വാക്യത്തിന്റെ 28 മുതൽ താൻ സാക്ഷ്യം പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Chapter 3 verse 28 onwards, and if we read down there, we read that Nebuchadnezzar king himself is testifying this. എന്നാൽ അതിന്റെ 29-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം വളരെ മനോഹരമായ ഒരു കാര്യമാണ് അവിടെ നെബൂഖദ്നേസർ പറയുന്നത്. Verse 29, the first part is where Nebuchadnezzar beautifully says this. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ല എന്ന് അവിടെ നെബൂഖദ്നേസർ പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. He says there is no other God who can deliver like this. അന്യജാതിയിൽപ്പെട്ടിരുന്ന നെബൂഖദ്നേസർ, Nebuchadnezzar who was a Gentile, ഈ ജീവനുള്ള ദൈവത്തെ
മഹത്വപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. We see where he is praising this living God. ആ 3 ബാലന്മാർ എടുത്ത ഒരു തീരുമാനത്താൽ അവർ ആ സമൂഹത്തിന് മുമ്പിൽ എടുത്ത തീരുമാനത്താൽ നെബൂഖദ്നേസർ ആ ജീവനുള്ള ദൈവത്തെ അറിയുകയും ആ ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. Because of the decision that these young men took, because of this decision we see that Nebuchadnezzar is glorifying God. അവർ സ്വയം അശുദ്ധമാക്കുകയില്ലെന്ന് ആ സമൂഹത്തിന്റെ മുമ്പിൽ എടുത്ത തീരുമാനം അത് അവർക്ക് സാക്ഷ്യമായി തീരുകയും അത് ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. In front of the community, the decision that they took that they will not defile themselves became an example for others. സമൂഹത്തിന് മുമ്പിലും മാതൃകയായി തീരേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. In our social life in front of the community also we understand from this scripture that we should be an example to them. അങ്ങനെ നമ്മൾ മുഖാന്തരം ഈ ജീവനുള്ള ദൈവത്തെ മറ്റുള്ളവർ അല്ലെങ്കിൽ അന്യജാതിയിൽ ഉള്ളവർ അത് അറിയുവാൻ ഇടയായി തീരുകയും അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരുകയും ചെയ്യും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We understand here that through our lives we should be giving an example to the community through which they may know the name of the Lord. മറ്റൊരു ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. Let us come to another passage. അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം. Let us turn to the chapter 6. ദാനിയേലിന്റെ ഔദ്യോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. We learn about the job of Daniel, the official life of Daniel. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ താൻ വളരെയധികം ഉന്നതമായ സ്ഥാനത്തിലേക്ക് തനിക്ക് തന്നെ ആക്കിയ ആ ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. We learn here that in his official life he went to a high position. അതിന്റെ 6-ന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് വായിക്കുവാനായിട്ട് ഇടയായും. We can read about this in chapter 6 verse 1 to 3. അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. Verse 3. 2-ാം വാക്യത്തിൽ ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികളിൽ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിൽ പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. And then this Daniel distinguished himself above the governors and satraps because an excellent spirit was in him. രാജാവിനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. And the king gave thought to setting him over the whole realm. അങ്ങനെ വളരെയധികം നല്ലൊരു പൊസിഷനിലേക്ക് ദാനിയേലിനെ ഉയർത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we read here that he was raised to a good position. അവിടെയും താൻ വളരെ വിശ്വസ്തനായി താൻ ആ സ്ഥാനത്ത് ആയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And there we read that in that position he was faithful. അവിടെ വിശ്വസ്തനായി ജോലി ചെയ്തു. He faithfully did his work. നല്ല പദവിയിലായിരുന്നുകൊണ്ട് താൻ ജോലി ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. He was in a good position and he was working in that position. ഇങ്ങനെ സാഹചര്യങ്ങളിൽ നാം നല്ലൊരു പൊസിഷനിലായിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഒഫീഷ്യൽ ജീവിതത്തിലും നമ്മെ അശുദ്ധമാകാനായിട്ട് സാഹചര്യങ്ങൾ പലതും ഉണ്ടാകാം. In our official life as well there might be possibilities where we can defile our lives. പല കാര്യങ്ങളിലും നാം ഒഫീഷ്യൽ കാര്യങ്ങളിൽ നാം കോംപ്രമൈസ് ചെയ്യാനായിട്ട് സാധ്യതകൾ ഉണ്ടാകാം. There might be chances where in an official matters we may compromise. ഈ മാനേജർ പൊസിഷനിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊസിഷനിലൊക്കെ ഇരിക്കുന്ന അവർക്കൊക്കെയും അത് മനസ്സിലാകുവാനായിട്ട് കഴിയും. And the people who are sitting in a manager's position would be able to understand this very well. അല്ലെങ്കിൽ മറ്റു ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അറിയാം പല സാഹചര്യങ്ങളിലും നാം നമ്മെ തന്നെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള പല സാഹചര്യങ്ങളും ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. People who are working would know that in many situations there might be possibilities where we may compromise. ഒരു ചെറിയ എക്സാമ്പിൾ ഞാനിങ്ങനെ ഒരു മെസ്സേജിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. Just an example that I've heard through a recent messages I've heard. ഒരു പിതാവ് തൻ്റെ മകൻ
തനിക്കൊരു പെൻസിൽ വേണം എന്നിങ്ങനെ പിതാവിനോട് പറഞ്ഞു. A boy came to his father and said that he wants a pencil. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പൈസ വേണം എന്ന് ഇങ്ങനെ ആവശ്യപ്പെട്ടു. And the boy asked the father to give money so that he can buy it. അപ്പോൾ പിതാവ് ഇങ്ങനെ പറയുകയുണ്ടായി, എന്തിനാ പൈസ, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവിടുന്ന് എടുത്തോണ്ട് വന്നോളാം എന്നിങ്ങനെ പറഞ്ഞു. And the father said, when I go to the office, why do you want the money? When I go to the office, I'll bring it from the office to you. ഒരുപക്ഷെ നമുക്ക് അത് നിസ്സാരമെന്ന് തോന്നിയേക്കാം. We may feel that this is a very small thing. എന്നാൽ അത് ഓഫീസിന് വേണ്ടിയിട്ട് മേടിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. But that item is bought for the office use. അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. It is not for your own use. നമ്മൾ അത് ഒരുപക്ഷെ നമുക്കത് നിസ്സാരമായി തോന്നാം, നാം അത് എടുത്തുകൊണ്ട് വരാം എന്ന് വിചാരിച്ച് തൻ്റെ പിതാവ് അങ്ങനെ പറഞ്ഞതാണ്. The father might have thought that it is a very small thing and he would have told this to his son. ഞാനിത് ഇങ്ങനെ ഒരു മെസ്സേജിൽ കേട്ടതാണ്. I have heard this in a message. അപ്പോൾ അവിടെ തന്നെ അശുദ്ധമാക്കിയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see here that the father was himself defiling. അത് ദൈവത്തിന്റെ സന്നിധിയിൽ അത് അശുദ്ധമാണ്. In the eyes of the Lord, that is unholy. നാം ചിലപ്പോൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. We may do it unknowingly. അത് നാം മനഃപൂർവ്വമായിട്ട് ചെയ്യുന്ന കാര്യമല്ല. That is not something that we do knowingly. എന്നാൽ അത് നാം അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. But we understand here we should not do so. നാം ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും നാം അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് നാം വിശുദ്ധരായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Whichever situation we are in, we have to be faithful in the sight of the Lord. അങ്ങനെ ഇവിടെ നമുക്ക് ദാനിയേലിനെ പറ്റി നാം വായിക്കുമ്പോൾ അവർ തന്നെ കുറ്റം വിധിക്കുവാനായിട്ട് പല സാഹചര്യങ്ങളും അന്വേഷിച്ചു എന്ന് നാം വരുന്ന വാക്യങ്ങളിൽ കാണുന്നുണ്ട്. And there we read in verses downwards that people tried to find fault in him. കാരണം അവർക്ക് ഈ താൻ നല്ലൊരു പൊസിഷനിലായിരിക്കുന്നതിൽ അസൂയ തോന്നുകയുണ്ടായി. Because they were jealous of the position that he was sitting in. അവർ അതിൽ കുറ്റം അന്വേഷിച്ചു. They were trying to find fault in him. തന്നെ താഴെ വീഴ്ത്താനായിട്ട് അവർ ശ്രമിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. They were trying to trap him. We read that in the verse downwards. എന്നാൽ ദാനിയേലിൽ ഒരു കുറ്റവും അവർ കണ്ടില്ല. But they did not find any fault in Daniel. അങ്ങനെ തന്റെ ഒഫീഷ്യൽ ജീവിതത്തിൽ താൻ വളരെ വിശ്വസ്തനായി അവിടെ മാതൃകയുള്ളവനായി നിൽക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see a Daniel who was in his official life faithful and as an example to others. അങ്ങനെ ദാനിയേലിന്റെ സ്പിരിച്വൽ ലൈഫിനെ കുറിച്ചും നാം അതിന്റെ താഴെ വായിക്കുന്നുണ്ട്. We also read about the spiritual life of Daniel downwards. അതിന്റെ 6-10 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. Chapter 6 and verse 10 we read, താൻ മുമ്പേ ചെയ്ത് വന്നതുപോലെ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേഴ്സ് 10, താൻ മുമ്പേ ചെയ്ത് വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. And then he gave thanks before the Lord as his custom was since early days. കാരണം തന്നെ കുറ്റം വിധിക്കുവാനായിട്ട് അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുവാനായിട്ട് മറ്റൊരു സാഹചര്യവും അവിടെ ഇല്ലായിരുന്നു. We see that there was no other opportunities to find fault in him. അങ്ങനെ എന്നാൽ ദാനിയേലിനെ കുറ്റം വിധിക്കുവാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see that there was no opportunity where they can find fault in Daniel, but they are trying to create an opportunity to find fault in him. അങ്ങനെ എന്നാൽ ദാനിയേൽ എന്നാൽ അതിൽ അകപ്പെടാതെ താൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. But we see that Daniel did not fall trap with that, but he is trusting in the Lord. താൻ മുമ്പേ ചെയ്തതുപോലെ തന്നെ താൻ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുമ്പോട്ട് പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. As he has been doing this, we read that he trusted in God and continued. ദൈവത്തിന്റെ കൈ വിടാതെ തന്നെ താൻ തന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുവന്നത് നമുക്ക് കാണുവാനായിട്ട് We കഴിയും. see he led his life without leaving the hands of the Lord. അവൻ ഓരോ ദിവസവും ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. Each day he was going closer to God. അതാണ് ഇവിടെ പറയുന്നത്, താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന. And that is why it is written that he was praying to God as a custom since early days. അതുകൊണ്ട് അപ്പോൾ അവിടെയും ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടു എന്ന് നമുക്ക് വരുന്ന വാക്യങ്ങളിൽ കാണുന്നുണ്ട്. And the verses downward says through that the name of the Lord was glorified. അവിടെയും ആ രാജാവ് ദാരിയാവേശ് രാജാവ് അവിടെ തൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. And we read that because of this the king Dariavesh glorified God.
20-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. verse 20. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇവിടെ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. Daniel, the servant of living God, has your God, whom you serve continually, been able to deliver you from the lions? അങ്ങനെ ആ തൻ്റെ സ്പിരിച്വൽ ലൈഫിലും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച ആ ദാനിയേലിൻ്റെ സാക്ഷ്യം അവിടെ എല്ലായിടവും അത് പരന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. And we see here through his spiritual life the example that he has set, the testimony that he has set was spread across there. അപ്പോൾ അവൻ്റെ ജീവിതത്തിലൂടെ ആ സാക്ഷ്യം അവിടെ നിലനിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We see that he stood on the testimony through his life, തൻ്റെ പേഴ്സണൽ ലൈഫിൽ, through his personal life, തൻ്റെ സോഷ്യൽ ലൈഫിൽ, through his social life, അതുപോലെ ഒഫീഷ്യൽ ലൈഫിൽ, in his official life, സ്പിരിച്വൽ ലൈഫിലും ആ സാക്ഷ്യം നിലനിർത്തി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. and also in his spiritual life he is standing strongly in the testimony. ഈ ജീവിതം നമുക്ക് വളരെയധികം എൻകറേജ് ചെയ്യുന്ന ഒരു ജീവിതമാണ് നമുക്ക് കാണുവാനായിട്ട്, ദാനിയേലിന്റെ ജീവിതം നമുക്ക് കാണുവാനായിട്ട് കഴിയും. The life of Daniel is a life that encourages us. ദാനിയേലിന്റെയും തന്റെ കൂട്ടുകാരുടെയും ജീവിതം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Daniel and his friends. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് നാം എടുക്കുന്ന തീരുമാനം അത് ദൈവം നമ്മളെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. We learn from here that the decisions we take trusting in God, God will make it a reason of blessing. ദൈവത്തിന് മുൻ സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ നമുക്ക് മുൻ സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. If we give the first place to God and lead our life, that will become a blessing in our lives. അങ്ങനെ ഈ ദാനിയേലിന്റെയും തന്റെ കൂട്ടുകാരുടെയും ജീവിതം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. And with these verse, I hope that the life of Daniel and his friends be an example to this and a blessing to our spiritual life.